ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ട്. കണ്ണീർ മഴ കണ്ടു എന്ന് ആരും കണ്ടിട്ടില്ല, നോ വ്യൂസ്. എന്താ ഗായ്സ്, ആരും കമൻറ്റും ചെയ്യുന്നില്ല, വ്യൂസും ഉണ്ടാവുന്നില്ല. അത്ര സങ്കടം ഉണ്ടായിട്ടില്ല. നിങ്ങൾ കാണുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഡിലീറ്റ് ആക്കാമെന്നേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ചെയ്ത് തന്നിട്ടും പ്ലീസ് ഗായ്സ് ഒന്ന് കാണണം. നിങ്ങൾക്ക് കാണാൻ പറ്റിയതാ. ഇനി കുഴപ്പമുണ്ട് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഇടുക, നമുക്ക് അടിപൊളിയാക്കി ഇട്ടും ഞാൻ ഇട്ട് തരാം. ഇനി ഇപ്പോൾ ഒരു കണ്ണീർ മഴ, ഇനി അടുത്ത ചിലപ്പോൾ എനിക്ക് വേറൊരു ഹൊറർ ആവാം. ഒരു ചെറിയൊരു മൂവിയായിട്ടാണ് ഞാൻ ഇട്ടത്. ഇന്നെടുത്തു, ഇപ്പോൾ ഇട്ടു, എടുത്ത ആ ടൈമിനാണ് ഞാനിട്ടു. വലിയ കാര്യമൊന്നുമില്ല. ആളുകളൊന്ന് കാണുമോ സുഹൃത്തുക്കളെ? നിങ്ങൾ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടണത് തന്നെ. പ്ലീസ് ഗായ്സ് ഒന്ന് ഇടൂ, അത്രയ്ക്ക് പറയുള്ളൂ. നിങ്ങളൊന്നും ചെയ്യണമെന്നൊന്നുമില്ല ഒന്ന് ഗായ്സ്. എത്ര തോന്നിച്ചിട്ടോ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം സുഹൃത്തുക്കളെ, ഒന്ന് നിങ്ങൾ ഇട്ട് വെച്ചാൽ നമുക്കപ്പോൾ അടിപൊളിയായിട്ടുള്ള ഓരോ വീഡിയോസ് ഇടാം. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഇട്ടത് തരാം. നിങ്ങളൊന്ന് കണ്ട് തന്നാൽ മതി ഗായ്സ്, അത്രയ്ക്ക് പറയാനുള്ളൂ. നിങ്ങൾ കാണുന്നിട്ടാണ് ഞാനിടുന്നത് ഗായ്സ്. അപ്പോൾ ശരി നല്ല എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഇനി നമ്മൾ വരും ദിവസങ്ങളിലായിട്ട് ഓരോ ഷോർട്ട് ഫിലിം ഇട്ട് തരാം നിങ്ങൾക്ക്. ഞാൻ അത്രയ്ക്ക് പറയാനുള്ളൂ. പറഞ്ഞിട്ട് നിങ്ങളൊന്നും കാണണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ പറ്റണ കാര്യം നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഗായ്സ് അതായത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം, അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഞാനൊരു ഹോം ടൂർ ഇട്ട് തരാം. അത്രേ ഇപ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ സുഖല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ മിസ്റ്ററി ഷെൽഫിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഏകദേശത്തിന് തീരാറായി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രീ കിട്ടുമ്പോൾ നമ്മളിനി ഇടണതാണ് എന്തായാലും. അത് നിങ്ങൾക്ക് ഇട്ട് തരാം. നിങ്ങൾക്ക് ആദ്യം കണ്ണീർ മഴ ഒരു 10 പേരെങ്കിലും കാണട്ടെ, എന്നിട്ട് ഞാൻ ഇട്ട് തരാം നിങ്ങൾക്ക്. കാറ്റസ്റ്റോയിൻ്റെ മൊത്തം തീർന്നു നോക്കി നിങ്ങൾക്ക് ഇട്ട് തന്നാൽ മതി. ഡിക്റ്റേറ്റീവൊക്കെ കുറേ കഴിഞ്ഞാൽ തന്നെ ഞാൻ നിന്നത്. ഇപ്പോൾ എന്താ കോപ്പിറൈറ്റ് തന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ അത് തിരുത്തിയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരും. അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നിങ്ങൾ കാണണം, കണ്ട് ചെയ്യണം, അത്രേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ ഓരോ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആരും സബ്സ്ക്രൈബൊക്കെ ചെയ്തിരുന്നു. എനിക്ക് ഒരു ദിവസം 8 ഇപ്പോൾ 12 അത്രയൊക്കെ കിട്ടുമ്പോൾ എനിക്ക് കുറേ സബ്സ്ക്രൈബായി. പിന്നെ ഒന്നും ആവണില്ല, ആകെ വ്യൂസ് ഒന്നും ഇല്ലാണ്ടൊരു അവസ്ഥ. ലൈക്ക് മാത്രം എന്ന് വെച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കില്ല ഗായ്സ്. എനിക്ക് അത്ര നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഓരോ കാര്യം ഞാൻ സെറ്റാക്കി തരും. എന്തായാലും ഞങ്ങൾക്ക് നിങ്ങൾ പറയൂ, കമൻ്റ് ഇട്ടു. ഇനി എങ്ങനത്തെ ഷോർട്ട് ഫിലിം വേണം നിങ്ങളൊന്ന് കമൻ്റ് ഇടും. അപ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഇട്ടിട്ട് നിങ്ങൾ പേര് പറഞ്ഞ അതേ മാതിരി തന്നെ ഞാൻ ഇട്ട് തരാം. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരാൾ മാത്രം എന്നുള്ളൊരു ചിലപ്പോൾ വരും, ചിലപ്പോൾ മാത്രം. പിന്നെ കുറേ കഴിഞ്ഞ് നമുക്ക് സെറ്റാക്കുക നോക്കിയിട്ട് ഞാൻ ചിലപ്പോൾ ഇടുള്ളൂ. പിന്നെ PP ബ്രോസ് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ അമ്മൂപ്പട്ടിയെക്കാട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം, വ്യൂസൊക്കെ. പിന്നെ സിദ്ധു ലവ്ലി വന്ന് ചെയ്യാൻ തോന്നുന്നവർക്ക് ചെയ്യൂ, അത്ര എനിക്ക് പറയാനുള്ളൂ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ ഓരോ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും അതൊക്കെ ആകുമ്പോൾ ഒരു രസമാണത്. നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്കത് വേഗം സെറ്റാക്കി തരാൻ പറ്റും ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം, അത്ര നമുക്കിപ്പോൾ പറയാനുള്ളൂ. വേറെ പറയാൻ കുറേ കിടക്കുന്നുണ്ട്, ഒക്കെ നമുക്കിപ്പോൾ വിശദമായിട്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കാം. നിങ്ങൾ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഞാനേ കുറച്ച് എപ്പോഴാണാവോ ഞാൻ നിങ്ങൾക്കൊരു പുതിയമായ ലോങ് വീഡിയോ ഇടും. അത് എൻ്റെ ഒന്നല്ലെങ്കിൽ എൻ്റെ ഫാമിലി അല്ല, എൻ്റെ കാർസ് കളക്ഷൻസ് അതിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോസ് ഞാൻ ഇന്നല്ലെങ്കിൽ നാളായിട്ടൊക്കെ ഞാൻ ഇടുള്ളൂ. അതൊന്ന് ലോങ് വീഡിയോ തന്നെയാവുള്ളൂ. എപ്പോഴും ഫിലിം ചെയ്യാൻ പോലും നിങ്ങൾക്ക് ഞാൻ കുറച്ച് എൻ്റെ കാർ കളക്ഷൻസും അതിൻ്റെ റേറ്റും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ
ഇപ്പം പറയാൻ വയ്യ, ഒക്കെ സെറ്റാക്കണം. നമുക്ക് ഇനി നിങ്ങൾക്ക് ഇതാക്കാൻ വേണ്ടപ്പോൾ നമുക്ക് സെറ്റാക്കണം. പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഹോം ടൂർ ഉള്ളതാവും. ഹോം ടൂറ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിപ്പോൾ എത്ര തവണ ഞാൻ പറയുന്നുണ്ട്, എന്നിട്ടും നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു കമൻറ്റ് ഇട്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യിക്കാൻ അത്രയും ആകാംക്ഷയിലിട്ട് ഒരു കമൻറ്റ് മതി, അത്രയും സന്തോഷം. നിങ്ങൾ ഒരു കമൻറ്റ് ഇടുന്ന എനിക്ക് 100 സന്തോഷം. അത്രേ പറയാനുള്ളൂ ഗൈസ്. നിങ്ങൾ ഒരു കമൻറ്റ് ഇടൂ, അത്രേ ഉള്ളൂ. ഒരു ചെറിയ കമൻറ്റ് ഇടാനിപ്പോൾ എന്താ പ്രയാസം ഗൈസ്? നിങ്ങൾ പറയൂ എങ്ങനത്തെ ഷോർട്ട് ഫിലിം വേണം, അതാകുമ്പോൾ നമുക്ക് വേഗം ഇടാൻ പറ്റും സുഹൃത്തുക്കൾ. അത്ര എനിക്ക്. പിന്നെ നമ്മൾ എന്താ നിങ്ങൾ പറയൂ, അപ്പം നമുക്ക് ഇടാം. അത്രയും പറയാണ് ഗൈസ്, പ്ലീസ്. പിന്നെ നമ്മളിപ്പോൾ ടോട്ടൽ 100 എത്രയൊക്കെ എടുത്തിട്ടുണ്ടാവും എന്നാണ് എനിക്കൊരു ഇത് തോന്നുന്ന സിനിമയ്ക്ക്. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഓരോന്ന് അയച്ചു തരാം. ഇപ്പോൾ ഈ കണ്ണീർമഴ അയച്ചത് ഇന്നെടുത്തു, ഇന്ന് അയച്ച്. പ്രത്യേകിച്ച് എഡിറ്റൊന്നും ചെയ്തില്ല. നിങ്ങൾ ഇതെങ്കിലും നേരെ കാണണ്ട, എന്നിട്ട് നമുക്ക് സെറ്റാക്കാൻ വെച്ചിട്ടായിരുന്നു ഞാൻ. അപ്പോൾ ഗൈസ് നമുക്ക് സങ്കടക്കുണ്ട്, പക്ഷെ നമ്മളത് കാണിച്ചു തരുമല്ലോ. പിന്നെ ഇപ്പം എന്താ ഗൈസ്, നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടും. നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇനി എടുക്കാൻ വേണ്ടി ഒരു ഹൊറർ ഫിലിമിൻ്റെ ഒരു ചെറിയൊരു പേര് നിങ്ങൾ നമുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പം ഞങ്ങൾ വേറൊരു പ്രേതത്തിൻ്റെ ഫിലിം എടുക്കുന്നുണ്ട്, പ്രേതം വീട് പറഞ്ഞതൊന്നും ഒന്നും സെറ്റായിട്ടില്ല. അത് പാർട്ട് 1 എടുത്തുള്ളൂ, പാർട്ട് 2 ഇനി എടുക്കാനായിട്ട്. സ്ക്രിപ്റ്റും ഇതൊന്നും ആയിട്ടില്ല. ഇത് ഈ കണ്ണീർ മഴയ്ക്ക് സ്ക്രിപ്റ്റ് ഒന്നും എടുത്തില്ല. ഒരു മഴ അങ്ങോട്ട് പെയ്തു. അപ്പോൾ ആദ്യം നോക്കിയിരുന്നു മഴയ്ക്ക് ഇങ്ങനെ കാത്തിരിക്കുക. ഇന്നല്ല, കുറച്ച് ദിവസം മുമ്പായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ നമ്മൾ അതിനായിട്ട് ചെയ്ത, പക്ഷെ ആരും കണ്ടിട്ടില്ല. നോ യൂസാണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ ബൈ. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇന്ന് കാണാം കാരണമായിട്ടുള്ള ഓരോ വീഡിയോസ്. ഇത്രേ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ ബൈ. സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദിയുണ്ട്.